സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയം എഴുതിയ നോവൽ ഗൃഹപ്രവേശം തുടരുന്നു. ഭാഗം 7. പാടവും പറമ്പും വിറ്റാൽ നമ്മൾ ഇത്രയും അങ്ങളുടെ ചെലവ് കഴിയണത് എങ്ങനെയാ കുട്ടി? എൻ്റെ ശമ്പളം ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഒരു കുടുംബം? എനിക്ക് വിശ്വാസമുണ്ട്. എന്നാലും ഈ വീട്, കുട്ടേട്ടൻ്റെ സ്വരം വിറച്ചു, നെഞ്ചു പൊടിഞ്ഞു. നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെ കിടന്നാണ് മരിച്ചത്. അവരുടെ അസ്ഥിത്തറയും ചാരവും ഈ മണ്ണിലാണ് ലയിച്ചു തീർന്നിരിക്കുന്നത്. അവരുടെ ആത്മാക്കൾ ഈ അന്തരീക്ഷത്തിലാണ് വിലയം പ്രാപിച്ചിരിക്കുന്നത്. മരിച്ചുപോയവരുടെ ആത്മാവിന് നൽകണതിൽ അല്പം കൂടുതൽ പ്രാധാന്യം ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിന് നൽകിക്കൂടെ ഏട്ടാ? രേവയെ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ല. കുട്ടേട്ടൻ ധർമ്മസങ്കടത്തിലായി. പാടത്തും പറമ്പിനും പണിയെടുത്ത് ജീവിച്ചവനാ ഞാൻ. പണിയാൻ മണ്ണില്ലാതെ വരുന്നതും പട്ടണത്തിലെ ഒരു വീടിനുള്ളിൽ ഒന്നും ചെയ്യാനില്ലാതെ സദാ ഒതുങ്ങി കഴിയേണ്ടി വരണതും എനിക്ക് സങ്കല്പിക്കുമ്പോഴേ സങ്കടം. ഗവൺമെൻറ് ഉടമയിലുള്ള ഫാക്ടറി വരികയാണെങ്കിൽ, ഈ മണ്ണൊക്കെ അക്വയർ ചെയ്യുകയാണെങ്കിൽ ഏട്ടൻ എന്തു ചെയ്യും? അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മരിച്ചു പോകുമോ എന്നാണ് എൻ്റെ സംശയം. അങ്ങനെയെങ്കിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഞാനും രവിയും മാറാം. ഒരു ഭർത്താവിൻ്റെ കടമ കൂടി ഞാൻ പാലിക്കേണ്ടതുണ്ടല്ലോ. കുട്ടേട്ടൻ ദീനമായി വിനയനെ നോക്കി. കുട്ടേട്ടനും ഏട്ടത്തിയമ്മയും അനിയനും മനസമാധാനത്തോടെ ഇവിടെ താമസിച്ചോളൂ. നിന്നെ പിരിഞ്ഞ് ഞങ്ങളിവിടെ. അദ്ദേഹത്തിൻ്റെ സ്വരം ഇടറി. ഇപ്പോൾ കരയുമെന്നായി വിവരം അനിയൻ്റെ കാതിലുമെത്തി. അവൻ ഓടി വിനയൻ്റെ അരികിലെത്തി. ഇല്ല, അവൻ അലറി വിളിച്ചു. ഈ വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ച വീടാണിത്. എൻ്റെ കുട്ടേട്ടനോടും ഏട്ടത്തമ്മയോടുമൊപ്പം ജീവിതത്തിലെ ഏറ്റവും മധുരിക്കുന്ന ഘട്ടം ഞാൻ ചിലവിട്ടത് ഈ വീട്ടിൽ വെച്ചാണ്. ഈ വീട്ടിൽ വിനയേട്ടന് മാത്രമല്ല അവകാശം, എനിക്കുമുണ്ട്. ആരും വിഷമിക്കേണ്ട. വീട് വിൽക്കുകയും വേണ്ട. എനിക്ക് എൻ്റെ ഷെയർ കിട്ടിയാൽ മതി. വിനു മോനെ, കുട്ടേട്ടൻ ദീനനായി വിളിച്ചു. കാര്യങ്ങൾ എത്ര ദൂരം പോയിരിക്കുന്നു? കുടുംബം വെട്ടി പങ്കുവെക്കുന്നിടം വരെ. യഥാർത്ഥത്തിൽ ഒരു വീടും പറമ്പുമല്ല വെട്ടിമുറിക്കുന്നത്, ആത്മബന്ധങ്ങളാണ്. 52 സെൻറ്റ് പുരയിടവും ഈ വീടും 1.5 ഏക്കർ കണ്ടവും. വളരെ തുച്ഛമാണ് കുട്ടികളെ നമ്മുടെ സ്വത്ത്. കുട്ടേട്ടൻ പറഞ്ഞു. മതി, അതിൽ 1/3 അംശത്തിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ആരുടെയും മുഖത്ത് നോക്കാതെ വിനയൻ തുടർന്നു. ഒന്നും ഞാൻ ആവശ്യപ്പെടില്ലായിരുന്നു. പട്ടണത്തിലൊരു വീട് വാടകയ്ക്ക് കിട്ടാൻ എനിക്ക് പ്രയാസമില്ല. അല്ലെങ്കിൽ എന്തിനു വാടക വീട്? രവിയുടെ അച്ഛനെ വണങ്ങി നിന്നാൽ മതിയായിരുന്നല്ലോ. ഇവിടുള്ള മുഴുവൻ സ്വത്തിൻ്റെയും ഇരട്ടികൾ വിലമതിക്കുന്ന വീടും ധനവും എൻ്റെ കൈവശമാകുമായിരുന്നു. ധനത്തിനല്ല ഞാൻ വില കൽപ്പിച്ചത്. എന്നാൽ വിനയൻ അനിയനെ നേരെ കൈ ചൂണ്ടി. ഇവൻ എന്നോട് കയർത്തു. ഇവൻ എന്നോട് കൽപ്പിച്ചു വീട് വിൽക്കാൻ സമ്മതിക്കില്ലെന്ന്. എന്നെ ചോദ്യം ചെയ്യാൻ ഇവനാര്? ഇവനേക്കാൾ 3 വയസ്സിന് മൂത്തതാണ് ഞാൻ. സമൂഹത്തിൽ നിലയും വിലയുമുള്ളവനാണ് ഞാൻ. ഇവനെന്തുണ്ട്? കുറേ പീറ കൂട്ടുകാരോ? എന്നിട്ട് എന്നോട് കൽപ്പിക്കുന്നു. ഇല്ല, ആ അഹങ്കാരം ഞാൻ വകവെച്ച് തരില്ല. എന്നെ ധിക്കരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവന് വേണ്ടി എൻ്റെ ഷെയർ ഞാൻ ഉപേക്ഷിച്ച് കൊടുക്കുന്നില്ല. എൻ്റെ ഷെയർ എനിക്ക് വേണം. ബാക്കി ലോൺ എടുത്തോളാം. ആരെയും ആശ്രയിക്കാതെ എനിക്ക് സ്വന്തം ഒരു വീട്. വിനയൻ അങ്ങേയറ്റം വികാര വിക്ഷുബ്ധനായിരുന്നു. രേവ അകവാതിൽക്കലെത്തി. ആദ്യമായിരുന്നു ആരും വിളിക്കാതെ കുടുംബസദസ്സിലേക്ക് അവൾ കടന്നു വരുന്നത്. അവളുടെ കണ്ണുകളിൽ തിളക്കം. അറിയാതെ ചുണ്ടിൽ പൊട്ടിവന്ന മന്ദഹാസം കടിച്ചൊതുക്കേണ്ടി വന്നു. ഒടുവിൽ തോണി കരക്കെത്തിയിരിക്കുന്നു. രേവയ്ക്ക് തൃപ്തിയായി. ഒന്നുമില്ലെങ്കിലും ഏട്ടൻ്റെയും അനിയൻ്റെയും മുഖത്ത് നോക്കി എതിർത്ത് 4 വാക്ക് സംസാരിക്കാനുള്ള കരുത്തെങ്കിലും ലഭിച്ചിരിക്കുന്നല്ലോ. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി വന്നുവല്ലോ. ആശ്വാസം. അവൾ നിശ്വസിച്ചു. മീനുവേട്ടത്തി വല്ലാതെ അമ്പരന്ന് പോയിരുന്നു. അവർ രക്ഷയ്ക്കെന്നോണം കുട്ടേട്ടനെ നോക്കി. കുട്ടേട്ടൻ്റെ മുഖത്ത് ഇരുണ്ട കർക്കിടക സന്ധ്യ. ശബ്ദിക്കാൻ കഴിയുന്നില്ല, ചലിക്കാൻ കഴിയുന്നില്ല. എളിയിലെടുത്ത് വളർത്തിയ കുട്ടികളാണ്. സ്വന്തം വിയർപ്പൂട്ടിയാണ് വളർത്തിയത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഞാൻ ആരുമല്ല. നിയന്ത്രിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരുന്നിട്ടും മനഃപൂർവ്വം കടിഞ്ഞാൺ അയച്ചു കൊടുത്തിരുന്നു. ഇനി കടിഞ്ഞാണിടാനും കഴിയില്ല. കുട്ടികൾ തൻ്റെ കളം വിട്ട് പുറത്തു ചാടിയിരിക്കുന്നു. അനിയൻ അപരാധിയായി മുഖം താഴ്ത്തി നിന്നു. വിനയേട്ടൻ ഇത്രമാത്രം ക്ഷോഭിക്കുമെന്ന് ഓർത്തില്ല. വെറുതെ കയറിക്കേണ്ടിയിരുന്നില്ല. നിയന്ത്രിക്കാൻ കുട്ടേട്ടനുള്ളപ്പോൾ താനായി ചോദ്യം ചെയ്തത് തെറ്റ് തന്നെ. ഗംഗയിൽ നിന്ന് തന്നെ അകറ്റുന്നതിനാവും വീടും പറമ്പും വിറ്റ് സ്ഥലം വിടാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ധരിച്ചത്. ഇപ്പോഴിതാ വിനയേട്ടൻ ഷെയർ ചോദിച്ചിരിക്കുന്നു. അങ്ങനൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിനയേട്ടൻ എന്നും ശാന്തനും പതുങ്ങനുമായിരുന്നു. ചൂടത്തരം തൻ്റെ കുത്തുകയായിരുന്നു. 3 വയസ്സിന് ഇളയവനെങ്കിലും താൻ പൊട്ടിത്തെറിക്കുമ്പോൾ വിനയേട്ടൻ പത്തി താഴ്ത്തുകയാണ് പതിവ്. സ്നേഹത്തിൻ്റെ സംഘടനകളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. 5 നിമിഷം കഴിയണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കുത്തിമറിയാൻ. ഇനി അതുണ്ടാവില്ല. തങ്ങൾ കുട്ടികളല്ലാതായിരിക്കുന്നു.
വിനയേട്ടന് സ്വന്തം ഒരു കുടുംബമായി. തൻ്റെ മനസ്സിലും കുടുംബസ്വപ്നങ്ങൾ കൂടുകെട്ടിക്കഴിഞ്ഞു. രണ്ടാൾക്കും പ്രത്യേകം ലോകങ്ങളായിരിക്കുന്നു. പിരിയാൻ സമയമായിരിക്കുന്നു. കുട്ടേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? അനിയൻ ചോദിച്ചു. കുട്ടേട്ടൻ എപ്പോഴും അനിയൻ്റെ പക്ഷത്തെ നിൽക്കുമെന്ന് എനിക്കറിയാം. ആ കുത്തുവാക്കിൽ കുട്ടേട്ടൻ്റെ കണ്ണുകളൊന്നാന്തി. അടുത്ത നിമിഷം ആ ജ്വാല കെട്ടു. കണ്ണീർ പൊടിഞ്ഞു. ആ മുഖം വിനയൻ കണ്ടതേയില്ല. ഇനിയും ഈ വീട്ടിൽ താമസിച്ചാൽ രേവയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കായിരിക്കും. അത്തരമൊരു അപകടം ഒഴിവാക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോഴും കുട്ടേട്ടൻ ശബ്ദിച്ചില്ല. സങ്കടം കടിച്ചു പിടിച്ച് ചാരുകസേരയിൽ മുഖം കൊമ്പിട്ടിരുന്നു. വീട് വിൽക്കാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ ഷെയർ തന്നാൽ മതി, ഞാൻ പൊയ്ക്കൊള്ളാം. കുട്ടേട്ടൻ മുഖമുയർത്തി വിനയനെ നോക്കി വളരെ പതുക്കെ വാക്കുകൾ പുറത്തു വന്നു. വീട് വിൽക്കുന്നതിലും ഭയങ്കരമായിരിക്കില്ലേ കുട്ടി നമ്മൾ പാകം വെച്ച് പിരിയുന്നത്? എന്തുകൊണ്ട്? എല്ലാ കുടുംബങ്ങളിലും പാർട്ടീഷൻ നടക്കാറുണ്ടല്ലോ. പിന്നെ നമുക്ക് മാത്രം എന്താണൊരു കുഴപ്പം? കുടുംബസ്വത്ത് മുഴുവൻ സ്വന്തം അധീനതയിൽ സൂക്ഷിക്കാനുള്ള കുട്ടേട്ടൻ്റെ സ്വാർത്ഥമോഹമാകുമോ വീട് വിൽക്കുന്നതിൽ നിന്നും ഭാഗം ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നതെന്ന കാരണം എന്നുപോലും വിനയന് ശങ്ക തോന്നി. പക്ഷേ അത് തുറന്നു ചോദിക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. എല്ലാവരെയും പോലെയാണോ മോനെ നമ്മൾ എങ്ങനെ കഴിഞ്ഞവരാണ്? കുടുംബം ഭാഗം വെക്കേണ്ടി വരുന്നത് നമ്മുടെ ബന്ധം ശിഥിലമാവുന്നത് കൊണ്ടല്ലേ? അതു പാടില്ല. നിനക്ക് ഷെയർ തരുമ്പോൾ അനിയനും ഷെയർ കൊടുക്കണമല്ലോ. നിങ്ങളെ പറഞ്ഞയച്ചിട്ട് ഞാനും മീനും ആർക്കു വേണ്ടി ജീവിക്കണമെടാ കുട്ടി? പറയ്. ഏട്ടൻ്റെ സ്വാർത്ഥതയാവും അത്. എങ്കിലും ഈ കുട്ടേട്ടന് നിങ്ങളെ പിരിയാൻ വയ്യ മക്കളെ. എങ്കിൽ കുട്ടേട്ടനും ഏട്ടത്തിയമ്മയും എന്നോടൊപ്പം പോരൂ. നമുക്കിവിടെ നിന്ന് പോകാം. രേവയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ നിൻ്റെ അനുക്കുട്ടൻ, നമ്മുടെ അനിയൻ, എന്നോട് പൊരുത്തപ്പെടാനാവുമെങ്കിൽ എനിക്ക് വിരോധമില്ല. കൂടെ പോരട്ടെ? കുട്ടേട്ടൻ അനിയനെ നോക്കി. അവൻ മുഖം തിരിച്ച് നിൽക്കുകയാണ്. അനുക്കുട്ടാ, കുട്ടേട്ടൻ വിളിച്ചു. പെട്ടെന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി. മുറ്റം കടന്ന് പടുപ്പുര കടന്ന് പുറത്തേക്ക്. കുട്ടേട്ടൻ സ്തബ്ധനായി നിന്നു. കുട്ടേട്ടനാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനമാണ് എനിക്കറിയേണ്ടത്, വിനയം പറഞ്ഞു. കുട്ടേട്ടൻ്റെ ചുണ്ടിൽ ദുഃഖം കനീഭവിച്ച ഒരു പുഞ്ചിരി ഊറിക്കൂടി. അതുതന്നെയാ മോനെ ഏട്ടൻ്റെ പ്രയാസവും. ചേരാത്തവ ചേർക്കാൻ ശ്രമിക്കുന്നതിൽ ഭേദം പിരിച്ചയക്കുന്നതല്ലേ. തള്ളക്കോഴി പോലും ചികയാൻ മുതിർന്നാൽ കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിക്കും. എനിക്കിങ്ങനെ കൊത്തിപ്പിരിക്കാൻ കഴിയുന്നില്ലല്ലോ കുട്ടികളെ. അതൊരാത്മവിലാപമായിരുന്നു. ആ വാക്കുകൾ സ്പർശിച്ചത് മീനുവേട്ടത്തിയെ മാത്രമാണ്. അവർ അറിയാതെ തേങ്ങിപ്പോയി. വീട് മാറുന്ന കാര്യം ഡോക്ടർ ഉപദേശിച്ചിട്ടും ഒരാഴ്ചയോളം അത് കുട്ടേട്ടനെ അറിയിക്കാൻ ധൈര്യമില്ലാതെ ഞാൻ നിശബ്ദം നീറി. ഇനി എനിക്ക് വയ്യ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. ഇനി വൈകാൻ പാടില്ല അല്ലേ? കുട്ടേട്ടൻ ഇങ്ങനെ ചോദിക്കരുത്. വിനയൻ്റെ സ്വരവും ഇടറി. മുറിക്കുമ്പോൾ മുറിയുന്നത് എൻ്റെ ഹൃദയമാണ്. നമുക്കുള്ളതെല്ലാം ഒന്നിച്ചു വിൽക്കാം. എന്നിട്ട് എവിടേക്കെങ്കിലും ഒന്നിച്ചു പോകാം. എങ്കിൽ ഉടൻ തന്നെ സ്ഥലം വിൽക്കാനുണ്ടെന്നൊരു പരസ്യം കൊടുക്കാം. ഒന്നും വേണ്ട, കുട്ടേട്ടൻ വിലക്കി. വിൽക്കുന്നെങ്കിൽ നമുക്കിത് ചാക്കുണ്ണിമാപ്പിളയ്ക്ക് വിൽക്കാം. അയാളുടെ കയ്യിൽ പണമുണ്ട്. മര്യാദയ്ക്ക് സമ്പാദിച്ച പണം. കാശുണ്ടാകുമ്പോൾ എന്നെങ്കിലും തിരിച്ചെടുക്കണമെന്ന് തോന്നിയാലും ചാക്കുണ്ണിമാപ്പിളയാണെങ്കിൽ നമ്മളോടൊപ്പം ദയ കാണിച്ചെന്ന് വരും. പിശുക്കനല്ലേ? അയാൾ വില തരുമോ? ന്യായമായ വില തരും. ഞാൻ വാങ്ങിത്തരാം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ചാക്കുണ്ണിമാപ്പിളയെ കണ്ട് കച്ചവടം ഉറപ്പിച്ചു. എന്നെങ്കിലും തിരിച്ചെടുക്കാനായാൽ കൊടുത്ത വിലയ്ക്ക് തന്നെ തിരിച്ചു തരാനും ചാക്കുണ്ണി തയ്യാറായിരുന്നു. ചാക്കുണ്ണിക്ക് ഈ പറമ്പിലെ തേങ്ങ അടയ്ക്കിയ കുരുമുളകും മതിയിട്ടോ മക്കളെ. വീട് പോലും ചാക്കുണ്ണി തൊടണില്ല. വൈകാണ്ട് വന്ന് തിരിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ചാക്കുണ്ണിക്ക് അത്രയും സന്തോഷം. എല്ലാറ്റിനും പുറമെ തീറാധാരം നടന്നു കഴിഞ്ഞാലും സൗകര്യം പോലെ ഇറങ്ങി മാറിയാൽ മതിയെന്ന ഔദാര്യവും. ആരും അനിയൻ്റെ സമ്മതം ചോദിച്ചില്ല. എല്ലാം അറിഞ്ഞിട്ടും അവൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചുമില്ല. ആധാരം നടത്തേണ്ടതിൻ്റെ തലേ സന്ധ്യയ്ക്ക് കുട്ടേട്ടൻ അനിയനെ അരികിൽ വിളിച്ചു. നാളെ നമ്മുടെ വീടും വളപ്പും കണ്ടോൻ ചാക്കുണ്ണി മാപ്പിളയ്ക്ക് തീരെഴുതാൻ പോവുക. കുട്ടേട്ടൻ്റെ സ്വരം ഇടറി. അനിയൻ ചുണ്ടു കടിച്ച് സങ്കടം നിയന്ത്രിച്ചു. മോന് വിരോധമില്ലാലോ? ഇല്ല എന്നവൻ മുഖമിളക്കി. ശബ്ദിച്ചാൽ, ചുണ്ടുകൾ സ്വതന്ത്രമായാൽ വിതുമ്പിപ്പോകുമെന്നവന് തീർച്ചയുണ്ടായിരുന്നു. എങ്കിൽ നാളെ നീയും വന്ന് ഒപ്പിടണം. അവൻ വീണ്ടും സമ്മതത്തിൽ മുഖമിളക്കി. നിമിഷം കഴിഞ്ഞ് തിരിച്ചു പോന്നു. തീറാധാരത്തിൽ ഒപ്പിടുമ്പോൾ അവൻ്റെ കൈ വിറച്ചില്ല. കൈ വിറച്ചത് വിനയന് മാത്രമാണ്. ചാക്കുണ്ണി മാപ്പിള പണം എണ്ണി നീട്ടിയപ്പോൾ കുട്ടേട്ടൻ ഒഴിഞ്ഞു മാറി. വാങ്ങിയത് വിനയനായിരുന്നു. അതോടെ അവൻ്റെ കണ്ണ് നിറഞ്ഞു. സന്ധ്യ. അനിയൻ തെക്കേ തൊടിയിലെത്തി. അസ്ഥിത്തറയിൽ മീനുവേട്ടത്തി കൊളുത്തിയ ദീപം ഉനിഞ്ഞു കത്തുന്നു. എത്ര നാൾ കൂടി ഇനി ഈ തറ ദീപം കാണും? അതോർത്തപ്പോൾ അവൻ്റെ നെഞ്ചു വിങ്ങി. വളരെ നേരം തറയ്ക്കരിയിലെ കാട് പിടിച്ച പുല്ലിൽ അവനിരുന്നു. പിന്നെ എഴുന്നേറ്റ് പാടത്തിറങ്ങി വരമ്പിലൂടെ നടന്നു. കുടിലിനരികിൽ വേലിപ്പത്തിൽ തെരുപ്പിടിപ്പിച്ച്
ഗംഗ നിന്നിരുന്നു. അവൾക്ക് മുന്നിലെത്തിയതും അവൻ്റെ കാലുകൾ തളർന്നു നിന്നു, നിശബ്ദം. എന്നാ പോവാ? ഗംഗയുടെ തൊണ്ടയിടറി. അവൻ മുഖമുയർത്തി അവളെ നോക്കി. കണ്ണുകളിൽ തിളങ്ങുന്ന മുത്തുകൾ. പോയാൽ വീണ്ടും വരുമോ? അപ്പോഴും അവൻ മിണ്ടിയില്ല. എന്നെ മറക്കുമോ? വീണ്ടും അവൾ. മൗനം തകർന്നു. ഞാൻ എപ്പോഴാ പോവാന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ ഈ രാത്രി തന്നെ പോയെന്ന് വരും. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവൻ ഒന്നിച്ചു പറയാൻ തുടങ്ങി. പോയാലും വരും, തീർച്ച. മറക്കില്ല ഒരിക്കലും. വരും വരെ കാത്തിരിക്കുമോ? ഒരാന്തൽ, ഒരു പൊട്ടൽ. അവൾ മുഖം പൊത്തി. എനിക്ക് വേണ്ടി ഒരു ഉപകാരം. വീട്ടിലെ അസ്ഥിത്തറയിൽ എല്ലാ സന്ധ്യയ്ക്കും വിളക്ക് വെക്കണം. ചാക്കുണ്ണി മാപ്പിളയോട് ഞാൻ അനുവാദം വാങ്ങിയിട്ടുണ്ട്. പൊടുന്നനെ അവൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഒരു നിമിഷം. ഞാൻ വരും. ഒരു മന്ത്രണം. ഉടൻ കൈവിട്ടു. വേഗം തിരിഞ്ഞു നടന്നു, ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്, രേവയടക്കം. മീനുവേട്ടത്തി വിളമ്പിക്കൊടുത്തു. കുട്ടൻമോൻ അനിയൻ്റെ മടിയിലായിരുന്നു. ഉണ്ണുന്നതിനിടയിൽ അനിയൻ ചോറുരുട്ടി മോൻ്റെ ചുണ്ടോട് ചേർത്തു. അയ്യോ അരുതനുക്കുട്ട, മീനുവേട്ടത്തി തടഞ്ഞു. നല്ല നേരം നോക്കി ഏതെങ്കിലും അമ്പലത്തിൽ പോയി ചോറ് ഊട്ടിയിട്ടേ മോന് ചോറ് കൊടുക്കാവൂ. മോന് നീട്ടിയ ഉരുള അനിയൻ പാത്രത്തിൽ തിരിച്ചിട്ടു. മോൻ്റെ കവിളോട് കവിളുരുമി അവൻ ചോദിച്ചു, മോൻ്റെ ചോറൂണിന് ചോറ് ഉരുട്ടി തരാൻ കൊച്ചച്ഛനില്ലെങ്കിലോ? തോന്നിയാസേ ചെക്കൻ്റെ നാവീന്ന് വരും. മീനുവേട്ടത്തി അടിക്കാനായി അനിയന് നേരെ കയ്യോങ്ങി. ഇനി തോന്നിയാസം പറയില്ല, അവൻ ചിരിച്ചു. എങ്കിലും ആ കണ്ണ് നിറയണത് മീനുവേട്ടത്തി കണ്ടു. വീടും പറമ്പും അന്യാധീനപ്പെട്ട സങ്കടമായിരിക്കുമെന്ന് അവർ കരുതി. അടുത്ത പ്രഭാതം പൊട്ടിവിടർന്നത് മീനുവേട്ടത്തിയുടെ കരച്ചിൽ കേട്ടാണ്. എവിടെ എൻ്റെ അനുക്കുട്ടൻ? അയ്യോ, ഇവിടെങ്ങും കാണാനില്ലല്ലോ. വീട്ട് വിട്ടൊഴിയുമ്പോഴും കുടുംബത്തോടൊപ്പം അനിയൻ മാത്രം ഇല്ലായിരുന്നു. അവനെപ്പറ്റി അവർക്കാർക്കും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അനിയൻ്റെ വേർപാടുണ്ടാക്കിയ വേദന വീട് വിട്ടു പോകാനുള്ള സങ്കടത്തെ മറപ്പിച്ചു കളഞ്ഞു. എവിടെ പോയിരുന്നെന്നറിയില്ല. ഒരു കടലാസ് തുണ്ട് പോലും കുറിച്ചു വെക്കാതെ. മീനുവേട്ടത്തി കുളിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. ഏതു നേരവും കരച്ചിൽ. ഈശ്വരാ, എൻ്റെ കുട്ടിയുടെ കയ്യിൽ കാശ് വല്ലതും കാണുമോ ആവോ? അവൻ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും? എവിടെ ഉറങ്ങും? എൻ്റെ കുട്ടി എവിടെങ്കിലും ചെന്ന് പട്ടിണി കിടക്കുമോ ആവുമോ ഈശ്വരാ? ഒരമ്മയുടെ ഹൃദയവിലാപമായിരുന്നു അത്. മീനുവേട്ടത്തി അനിയന്മാർക്ക് ഒരിക്കലും ഏട്ടത്തിയായിരുന്നില്ല, അമ്മ തന്നെയായിരുന്നു. ആശ്വസിപ്പിക്കാൻ കുട്ടേട്ടൻ കഴിവത് ശ്രമിച്ചു. അനിയൻ്റെ വിവരമൊന്നും അറിയാതെ കുട്ടേട്ടൻ്റെ ഉള്ളും പൊട്ടുന്നുണ്ടായിരുന്നു. പ്രാണൻ പായുന്നുണ്ടായിരുന്നു. എന്നിട്ടും മീനുവേട്ടത്തിയെ തളർത്താതിരിക്കാൻ കുട്ടേട്ടൻ സങ്കടം ഉള്ളിലൊതുക്കി. വിനുക്കുട്ടൻ ഭാഗം വാങ്ങി പിരിഞ്ഞു പോകരുതെന്ന് കരുതി മാത്രമാണ് ഒട്ടും മനസ്സില്ലാതിരുന്നിട്ടും സ്വന്തം നെഞ്ച് തകർത്തുകൊണ്ട് വീടും പറമ്പും വിൽക്കാൻ സമ്മതിച്ചത്. ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കെ ഓർക്കാപ്പുറത്ത് കൈവശമിരുന്ന മറ്റൊന്നുകൂടി നഷ്ടപ്പെട്ടു. ജീവൻ്റെ ഒരു ഭാഗമായിരുന്നു തൻ്റെ അനുക്കുട്ടൻ. അവൻ എവിടെയാണ്? ഒന്ന് കാണാൻ. സങ്കടം കനീഭവിച്ച ഒരു പാറയായി കുട്ടേട്ടൻ. വിനയനും ആകെ തകർന്നിരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് പോലും അവന് തോന്നിത്തുടങ്ങി. കുട്ടൻമോൻ പോലും 2 നാളേക്ക് വല്ലാത്ത ചിത്താന്തവും കരച്ചിലുമായിരുന്നു. തലയിലേറ്റി നടന്നിരുന്ന കൊച്ചച്ഛൻ്റെ അഭാവം മോന് പോലും വ്യക്തമായി. രേവയെ മാത്രം ഒന്നും ബാധിച്ചില്ല. നഷ്ടമായ പ്രസരിപ്പും പ്രസാദവും അവളിൽ തിരിച്ചു വന്നിരുന്നു. കൂട് തുറന്നു കിട്ടിയ കിളിയുടെ ഉത്സാഹമായിരുന്നു രേവയ്ക്ക്. അനിയൻ പോയതിൽ എന്തിനു ദുഃഖിക്കണം? അവൻ തൻ്റെ ആരുമായിരുന്നില്ലല്ലോ. മുൻകോപിയും മുഷടനുമായ അവനെ തുടക്കം മുതലേ ഇഷ്ടമായിരുന്നില്ല. മീനുവേട്ടത്തിയുടെ വാലായിരുന്നവൻ. അതിൽ അസൂയയും തോന്നിയിട്ടില്ല. തൻ്റെ ഒപ്പം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ സ്നേഹവാത്സല്യങ്ങളിൽ പൊതിഞ്ഞ് ഏട്ടത്തിയമ്മയോ അമ്മയോ ചമയാൻ താൻ ഒട്ടും തോന്നിയിട്ടില്ല. ഏതായാലും അവൻ പോയി. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. തങ്ങളുടെ ജീവിതത്തിൽ ശല്യം ഉണ്ടാക്കാതിരുന്നാൽ മതി. അത്രയുമേ അവൾ ചിന്തിച്ചുള്ളൂ. കുട്ടേട്ടനും കുടുംബവും വീടും പറമ്പും വിറ്റ് നാട് വിട്ടു പോകുന്നതിൽ ഗ്രാമം ഒന്നടക്കം ദുഃഖിച്ചു. കുട്ടേട്ടൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു, ആർക്കും സഹായിയായിരുന്നു. കുടുംബത്തിന് വേണ്ടി സദാ നേരവും കഷ്ടപ്പെടുന്ന ആ നല്ല മനുഷ്യന് ശത്രുക്കളായി ആരും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പിണങ്ങി പിരിഞ്ഞ ശ്രീധരനുണ്ണി നായരും കുഞ്ഞുണ്ണിമാഷും പോലും വിവരമറിഞ്ഞ് കുട്ടേട്ടനെ യാത്രയക്കാനെത്തി. കഴിഞ്ഞതൊക്കെ മറന്ന സ്നേഹത്തിലൊന്നായി. അയൽക്കാരനായ ശങ്കുമാനായിരുന്നു ഏറ്റ സങ്കടം. പാവം വൃത്തിന് കുട്ടേട്ടൻ കുട്ടപ്പനായിരുന്നു. ശങ്കുമാൻ്റെ താങ്ങും തണലുമായിരുന്നു കുട്ടപ്പൻ. പശുക്കളെയെല്ലാം ശങ്കുമാനെയാണ് ഏൽപ്പിച്ചത്. നിസാര വിലയ്ക്ക് നന്ദിനിയുടെയും വളക്കൊമ്പിയുടെയും കയറ് മാറ്റുമ്പോൾ മീനുവേട്ടത്തി മുഖം പൊത്തി കരുതരുത്. ഗ്രാമം വിടുന്നതിൻ്റെ തലേനാൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് ശേഖരമാമനും സുന്ദരിമാമിയും വന്നത്. കേട്ടറിഞ്ഞ് വരേണ്ടി വന്നു. വീട് വിറ്റു പോവുമല്ലേ, കാർഡെങ്കിലും. സുന്ദരിമാമി പരിഭവിച്ചു. മാമി പലവട്ടം നിർബന്ധിച്ചിട്ടില്ലേ ഈ ഗ്രാമം വിട്ട് വല്ല ടൗണിലും ചെന്ന് താമസിക്കാൻ പറഞ്ഞ്?
ഞങ്ങൾ ടൗണിലേക്ക് പോവാണ്. വിനയൻ ടൗണിലൊരു വീട് വാങ്ങിക്കഴിഞ്ഞു, മീനുവേട്ടത്തി പറഞ്ഞു. ആരുടെ പേരിലാണ് വാങ്ങിയത്? അതായിരുന്നു സുന്ദരിമാമയ്ക്ക് അറിയേണ്ടിയിരുന്നത്. ആരുടെ പേരിലായാലെന്താ, എല്ലാവർക്കും താമസിച്ചാൽ പോരെ. എന്നാലും മീനുവേട്ടത്തി പറഞ്ഞില്ല. വിനയൻ്റെ പേരിലാവും. അർത്ഥഗർഭമായി സുന്ദരിമാമി മീനുവേട്ടത്തിയെ നോക്കി. ആ കണ്ണുകൾ ചാട്ടുളികളായി. അതല്ലേ നല്ലത്? മീനുവേട്ടത്തി ചോദിച്ചു. അവനല്ലേ ഞങ്ങളെ നോക്കേണ്ടത്? ശരിക്കും നോക്കും. സുന്ദരിമാമി പൊട്ടിച്ചിരിച്ചു. രേവതിക്കുട്ടി സമ്മതിക്കുകയും ചെയ്യും. പാവ അനിയഞ്ചക്കനെ വഴക്കുണ്ടാക്കി ഇറക്കി വിട്ടു. പിന്നെ നിങ്ങളുടെ ഗതി അതൊക്കെ തന്നെ. മീനുവേട്ടത്തിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായി. എരികേറ്റാൻ വന്നിരിക്കുകയാണ് തള്ള. തങ്ങളുടെ ഗതി എന്തായാലെന്താ? ഭാവം കണ്ടാൽ തങ്ങളുടെ ഗതി ഓർത്ത് തങ്ങളെക്കാൾ ദണ്ണം മാമിക്കാണെന്ന് തോന്നും. മീനുവേട്ടത്തി അരിശം കടിച്ചിറക്കി. സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന രേവയ്ക്കരികിലും മാമി ഡാവിൽ പതുങ്ങിയെത്തി. ആരുടെ പേരിലാ പട്ടണത്തിലെ വീട്? വിനുവിൻ്റെ. രേവ മന്ദഹസിച്ചു. നന്നായി. ആ മീനുവിൻ്റെ മതം നടങ്ങുമല്ലോ. കുട്ടൻ്റെ ഭരണമായിരുന്നില്ലേ ഇവിടെ? അതിൻ്റെ പദവിയായിരുന്നു ഓൾക്ക്. അല്ലെങ്കിൽ ഞാനെന്തിനു പറയണത്? രേവമോൾക്ക് മനസ്സിലായി കാണിട്ടുണ്ടാവുമല്ലോ. കുട്ടിയുടെ അടുത്ത് നല്ല പോരെടുത്തിട്ടുണ്ടാവും. രേവയുടെ മുഖം കറുത്തു. മീനുവേട്ടത്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല, സുന്ദരിമാമിയുടെ രോഗം മനസ്സിലായി കഴിഞ്ഞു. പേരുപോലെ തന്നെ സുന്ദരമായ ആ ശരീരത്തിനുള്ളിൽ തികച്ചും വിരൂപമായൊരു മനസ്സാണുള്ളതെന്ന് തീർച്ചയുണ്ട്. ചുമ്മാ ഏഷണി പറയണ്ട. മുഖത്തടിക്കും പോലെയാണ് അവൾ പറഞ്ഞത്. സുന്ദരിമാമി വിളറിപ്പോയി. അവർ അതിവേഗം മീനുവേട്ടത്തിക്കരികിൽ തിരിച്ചെത്തി. കേട്ടോ നമ്മുടെ രേവതിക്കുട്ടിയമ്മ പറഞ്ഞത്? വാക്കുകളിൽ തുള്ളിത്തെറിക്കുന്ന പരിഹാസം. മീനുവേട്ടത്തി കേട്ട ഭാവം നടിച്ചില്ല. എന്നിട്ട് സുന്ദരിമാമി വിട്ടില്ല. കിട്ടിയ നേരം കൊണ്ട് മദാമ നിന്റെ കുറ്റം പറയുക, അതും എൻ്റെ അടുത്ത്. ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ? വലിയ വീട്ടിലെ പെണ്ണാണെന്നൊന്നും ഞാൻ ഓർത്തില്ല. എടുത്ത വാക്കിന് ഞാൻ പറഞ്ഞു കൊടുത്തു. മീനുവിനെ എനിക്കറിയാം. എൻ്റെ അടുത്തിന് ഇത്തരം വർത്തമാനം വേണ്ടെന്ന്. എത്ര ഒതുക്കിയിട്ട് മീനുവേട്ടത്തിക്ക് ചിരി പൊട്ടിപ്പോയി. മീനുവേട്ടത്തിയുടെ എളിയിലിരുന്ന കുട്ടൻമോനെ സുന്ദരിമാമി എടുക്കുകയോ ഓമനിക്കുകയോ കണ്ടതായി നടിക്കുകയോ പോരുമോ ചെയ്തില്ല. തൻ്റെ മോൾ ജന്മം നൽകേണ്ടിയിരുന്ന കുട്ടി, അതിനെ പ്രസവിച്ചവൾ രേവ എന്ന അന്യ പെണ്ണാണല്ലോ എന്ന ഓർമ്മ പിഞ്ചു കുഞ്ഞിനോട് പോലും അവരിൽ പകയുണ്ടാക്കി. പക്ഷെ വിനയൻ്റെ അരികിൽ അവർ സ്നേഹം ഉടൽ പൂണ്ട മാമിയായിരുന്നു. നോക്കൂ വിനുക്കുട്ട, നിന്നെ ഒന്ന് കാണാനാ മാമി വന്നേ. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ എഞ്ചിനീയർമാരുണ്ടാവില്ലേ, നമ്മുടെ ജാതിക്കാർ. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, നമ്മുടെ ഉമയ്ക്ക് വേണ്ടി. വിനയേട്ടെന്ന് പറഞ്ഞാൽ ജീവൻ കളയുന്ന പെണ്ണാ. നിനക്കാണച്ചാൽ വേറെ പെങ്ങന്മാരും ഇല്ലല്ലോ. നീ വേണം അവളുടെ കല്യാണം നടത്തി കൊടുക്കാൻ. ഒടുവിൽ അവർ കുട്ടേട്ടൻ്റെ മുന്നിലെത്തി. കാര്യം നിങ്ങളുടെ അമ്മാമ്മ തറവാട്ട് ഭാഗം ഭാഗ്യം പോയോനാണ്. എന്നുവെച്ചിട്ട് തറവാട് വിൽക്കുമ്പോൾ അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും വേണോയെന്ന് ചോദിച്ചുകൊണ്ട് കുറവൊന്നും ഉണ്ടാവാൻ പോണില്ല. പാതി തമാശയും പാതി കാര്യവുമായുള്ള ഏറ് കുട്ടേട്ടൻ നടുങ്ങിപ്പോയി. എല്ലാവരെയും പട്ടണത്തിലെ പുതിയ വീട്ടിൽ കൊണ്ടുപോയി കുടിപ്പാർപ്പിച്ച് ആ വീടിനെ ഒന്ന് വിലയിരുത്തുക കൂടി ചെയ്തിട്ടേ സുന്ദരിമാമിയും ശേഖരമാമയും മടങ്ങിയുള്ളൂ. പുതിയ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി ഗൃഹപ്രവേശം ചെയ്യുന്നതും പാല് കാച്ചുന്നതും മീനുവേട്ടത്തിയായിരിക്കണമെന്ന് വിനയന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പുത്തൻ കസൂനേരിയതണിഞ്ഞ് രേവ മുന്നിലെത്തിയപ്പോൾ അവന് തടയാൻ കഴിഞ്ഞില്ല. രേവയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടു വാങ്ങിയ വീടായിരുന്നു. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ബംഗ്ലാവിന് തറവാട് വളപ്പും പാടവും വിറ്റ് കിട്ടിയ തുക കൂടാതെ കുറേ കടവും ലോണും വേണ്ടിവന്നു. കലാപരമായി സംവിധാനം ചെയ്ത 3 ബാത്ത് അറ്റാച്ച്ഡ് കിടക്കറകൾ. എന്നിട്ടും ഏറ്റവും പിന്നിലുള്ള ചെറിയ മുറിയാണ് രേവ കുട്ടേട്ടനും മീനുവേട്ടത്തിക്കും വേണ്ടി നിർദ്ദേശിച്ചത്. വിനയനെ അടക്കാനാവാത്ത ദേഷ്യം വന്നു. അതെന്തിനാ അവരവിടെ കിടക്കുന്നത്? വേറെ ഒന്നാന്തരം 3 ബെഡ്റൂമുകളുണ്ടല്ലോ. അതിലൊന്ന് നമുക്ക് വേണ്ടിയല്ലേ? രേവ ചോദിച്ചു. അതിനെന്താ, പിന്നെയും ഇല്ലേ 2 എണ്ണം. ഒരെണ്ണം ഗസ്റ്റിന് വേണ്ടിയല്ലേ? വിനുവിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു രാത്രി തങ്ങാൻ പാകത്തിന് വന്നാൽ എന്തു ചെയ്യും? അവന് ക്ഷമ കിട്ടു. അപ്പോഴും ഉണ്ടല്ലോ ഒരെണ്ണം ബാക്കി. എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലോ? അച്ഛനോ അമ്മയോ ഏട്ടനോ ഏട്ടത്തിമാരോ ആരെങ്കിലും. അവരെ സ്റ്റോറിൽ കിടത്തുമോ? അതോ ഡ്രോയിങ് റൂമിലോ? അവരാരും നിൻ്റെ കൂടെ അന്തി ഉറങ്ങാൻ വന്നിട്ടില്ലല്ലോ. അതാ പട്ടിക്കാടിലായതുകൊണ്ട്. ഇവിടെ ഇപ്പം മുറ്റത്ത് കാറിൽ വന്ന് ഇറങ്ങിക്കൂടെ? എന്നിട്ട് ഇതുവരെ വന്നില്ലല്ലോ. വിനു വിളിക്കാഞ്ഞിട്ട്? ഞാൻ വിളിച്ചിട്ട് വരില്ല. എന്താ, അച്ഛൻ്റെ സ്വത്ത് തരാഞ്ഞതുകൊണ്ടാണോ? ആ ചോദ്യം അവൻ്റെ മുഖത്ത് വീണ അടിയായിരുന്നു. ഇവൾക്ക് വേണ്ടിയാണ് ഇത്രയും ത്യാഗം ചെയ്തത്. അനിയനെ പിണക്കി അയച്ചു. കുട്ടേട്ടൻ്റെയും മീനുവേട്ടത്തിയുടെയും നെഞ്ചുകൾ നെരിപ്പോടുകളാക്കി. എന്നിട്ടും തന്നെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവൾ പരാജയപ്പെട്ടിരിക്കുന്നു. സ്വത്ത് കിട്ടിയില്ലെങ്കിലും എൻ്റെ അച്ഛനും കൂടപ്പിറപ്പുകളും എനിക്ക് വലുതാണ്, രേവ പറഞ്ഞു. ചുട്ട മറുപടി വിനയൻ്റെ നാവിൽ വിളഞ്ഞു. മനഃശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ ഓർത്തു. യുദ്ധമല്ല ദാമ്പത്യം, അനുരഞ്ജനമാണ്. സ്വയം നിയന്ത്രിച്ചു.
സ്റ്റോർ റൂമിനോട് ചേർന്നുള്ള കൊച്ചുമുറി കുട്ടേട്ടനും മീനുവേട്ടത്തിക്കുമായി ഒതുക്കപ്പെട്ടു. അതിനെതിരെയുള്ള കുറച്ചുകൂടി സൗകര്യപ്രദമായ മുറിയാണ് വേലക്കാരി അമ്മണിക്ക് നൽകിയത്. രേവ അതിന് ന്യായീകരണവും പറഞ്ഞു. പണ്ടത്തെ പോലല്ല, വീട്ടുകാർ താമസിക്കുന്ന ഒപ്പമോ അല്പം കൂടി മെച്ചമായ സൗകര്യത്തിലോ വേണം വേലക്കാരെ താമസിപ്പിക്കാൻ. അല്ലെങ്കിൽ ഇക്കാലത്ത് ആരെയും ജോലിക്ക് കിട്ടില്ല. അമ്മിണിയെ രേവയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു. തൻ്റെ തഞ്ചമറിഞ്ഞ് പെരുമാറുന്നവൾ. രേവ പറയുന്നതിലപ്പുറം അമ്മിണിക്ക് അഭിപ്രായമില്ല. കുട്ടേടനും മീനുവേട്ടത്തിയും രേവയ്ക്കെന്നും ഒരസൗകര്യമായിരുന്നു. ഷെയർ വാങ്ങി പിരിയുന്നതിലായിരുന്നു അവൾക്ക് താല്പര്യം. അപ്പോൾ കുട്ടേടന് പിടിവാശി. അനിയന്മാരെ പിരിയാൻ വയ്യത്രേ. അതുകൊണ്ട് എന്തു സംഭവിച്ചു? ഒരനിയനെ പിണക്കാതിരിക്കാൻ വീട് വിറ്റപ്പോൾ മറ്റേ അനിയൻ പിണങ്ങി പിരിഞ്ഞു. വീടും പറമ്പും മുഴുവനായി വിറ്റതുകൊണ്ടാണ് അനിയൻ സ്ഥലം വിട്ടത്. അതേതായാലും നന്നായി എന്ന് രേവ സമാധാനിച്ചു. അനിയൻ്റെ കൂടി തോന്നിയാസങ്ങൾ കാണാതെ കഴിക്കാമല്ലോ. പക്ഷേ ഈ കുട്ടേടനും മീനുവേട്ടത്തെയും ഒന്നിച്ചുള്ള കാലം വരെ ബിനുവിൻ്റെ സ്നേഹം അവർക്ക് കൂടി വീതിക്കപ്പെടും. വിവാഹിതനായ അനിയന് അല്പ സ്വകാര്യത അനുവദിക്കാത്തവർ. വിവാഹശേഷം പുരുഷൻ്റെ സ്നേഹം ഭാര്യയ്ക്കുള്ളതാണെന്ന് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? സ്വന്തം ഭാര്യയെ കൊണ്ട് അനിയന്മാർക്ക് കൂടി വെച്ചും വിളമ്പിയും അനിയന്മാരെ കൂടി ശുശ്രൂഷിപ്പിക്കുകയും ചെയ്ത ആളാണ് ഈ കുട്ടേട്ടൻ. ഒരു ഭാര്യയെക്കുറിച്ചുള്ള ആ മനുഷ്യൻ്റെ സങ്കല്പം തികച്ചും പഴഞ്ചനാണ്. ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ സ്വയം പിൻവാങ്ങാന്നിടത്തോളം ആ മനുഷ്യനെയും ഭാര്യയെയും തങ്ങൾ സഹിച്ചേ പറ്റൂ. ബിനുവിനാണെങ്കിൽ ഇപ്പോഴും ഏട്ടൻ ദൈവമാണ്. ഏട്ടനെ വേദനിപ്പിച്ചു എന്ന കുറ്റബോധമാണ് മനസ്സിൽ. അനിയൻ വീട് വിട്ടു പോകാൻ കാരണക്കാരനായി എന്ന സങ്കടവും. സ്വന്തം അച്ഛനെയും അമ്മയെയും എതിർത്ത് പിണക്കി ഉപേക്ഷിച്ച് സർവ്വ നഷ്ടപ്പെടുത്തി കൂടെ വന്ന തന്നെപ്പറ്റി മാത്രം ബിനുവിന് വിചാരമില്ല. ഇത്തരമൊരവസ്ഥ മുൻകൂട്ടി സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏതായാലും ഇനിയെങ്കിലും താൻ കണ്ടു നിന്നേ മതിയാവൂ. ഏട്ടനെയും ഏട്ടത്തിയെയും കഴിയുന്നതും മുഷിപ്പിക്കാനാണ് അവൾ ശ്രമിച്ചത്. പിണങ്ങിപ്പോവുകയാണെങ്കിൽ പോകട്ടെ. ആഭരണങ്ങൾ വിറ്റിട്ടായാലും കുറേ രൂപയുണ്ടാക്കി കൊടുത്തേക്കാം. പഴയ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. അവിടെയാണ് അവർക്ക് സുഖം. കൃഷി ചെയ്തും അടുക്കളപ്പണിയെടുത്തും രണ്ടാളും ജീവിച്ചോളും. അല്ലെങ്കിൽ കുശുമ്പിൻ്റെ അവതാരമായ ഒരമ്മാവനും അമ്മായിയും ഉണ്ടല്ലോ. വേണമെങ്കിൽ അവിടേക്ക് പോകാമല്ലോ. മാസം വിനുവിനെ കൊണ്ട് വല്ലതും അയപ്പിക്കാം. അത് മതിയല്ലോ. പക്ഷെ വിനു സമ്മതിക്കില്ല. അതാണ് പ്രയാസം. അച്ഛനോ അമ്മയ്ക്കോ ഒരു പാഴ്ബുദ്ധി തോന്നി ഒരിക്കൽ കൂടി അനുരഞ്ജനത്തിന് വന്നാൽ വീണ്ടും അവരെ മുഷിപ്പിച്ചയക്കാൻ ഈ ഏട്ടനും ഏട്ടത്തിയും ധാരാളം മതിയല്ലോ. ടൈൽസ് ഫാക്ടറിക്ക് ഗ്രാമത്തിൽ സ്ഥലം അനുവദിക്കാതിരിക്കാൻ ഗ്രാമീണരെ കുത്തിയിളക്കി അച്ഛനെതിരെ നയിച്ചതിൽ കുട്ടേട്ടനോട് അച്ഛന് നല്ല വൈരാഗ്യമുണ്ട്. കുട്ടേട്ടൻ ഇവിടെ ഉണ്ടെന്ന ഒറ്റ കാരണം മതി അച്ഛൻ ഇവിടേക്ക് ഒരിക്കലും കടക്കാതിരിക്കാൻ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാരണത്തിൽ കുട്ടേട്ടനും മീനുവേട്ടതിയും വീട്ടിൽ നിന്ന് പോയിരുന്നെങ്കിലെന്ന് രേവ തീവ്രമായി ആഗ്രഹിച്ചു. അവൾ അമ്മിണിക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. നോക്കൂ, ഭക്ഷണമുണ്ടാക്കുമ്പോൾ നീ എല്ലാവരുടെയും താല്പര്യമൊന്നും നോക്കാൻ നിൽക്കണ്ട. ബിനുവിൻ്റെ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. അമ്മിണിക്ക് അത്രയും സന്തോഷം. 100 തരത്തിൽ ഉണ്ടാക്കണ്ടല്ലോ. ഭക്ഷണകാര്യം കുട്ടേട്ടനും മീനുവേട്ടത്തിക്കും ഒരു പ്രശ്നമായിരുന്നില്ല. ഒരു ജോലിയും ചെയ്യാതെ വീട്ടിനുള്ളിൽ വെറുതെ കുത്തിയിരിക്കുന്നതാണ് അസഹ്യം. ഗ്രാമത്തിലെ പകലുകളുടെയും രാവുകളുടെയും ഓർമ്മ അവരിൽ നഷ്ടബോധമുണർത്തി. രേവ വിലക്കിയിരുന്നെങ്കിലും മീനുവേട്ടത്തി അടുക്കളയിൽ കയറി പഴയ പോലെ ജോലികൾ തുടർന്നു. അമ്മിണിക്ക് സന്തോഷം. വേണ്ട ഡിഷസ് രേവ അമ്മിണിക്ക് ഓർഡർ ചെയ്യും, അമ്മിണി മീനുവേട്ടത്തിക്കും. അങ്ങനെ സ്വയമറിയാതെയാണെങ്കിലും മീനുവേട്ടത്തി അമ്മിണിയുടെ കൂടി പരിചാരികയാവുകയായിരുന്നു. അപ്പോഴും കുട്ടേട്ടൻ ഒരു ജോലിയും ചെയ്യാനില്ലാതെ വിഷമിച്ചു. കുട്ടമ്മോനെ കളിപ്പിക്കുക മാത്രമായിരുന്നു ഒരു നേരം പോക്ക്. പക്ഷേ രേവ മോനെ കുട്ടേട്ടനിൽ നിന്നും മീനുവേട്ടത്തിയിൽ നിന്നും അകറ്റി നിർത്താനാണ് ശ്രമിച്ചത്. കുട്ടേട്ടൻ്റെ പക്കൽ നിന്ന് മോനെ എടുത്ത് അവൾ അമ്മിണിയെ ഏൽപ്പിക്കും. ഒരു ദിവസം രേവയുടെ ആവശ്യപ്രകാരം വിനയൻ കുറേ പൂച്ചട്ടികളും വണ്ടിയിൽ കൊണ്ടുവന്നിറക്കി. കുട്ടേട്ടൻ ഉത്സാഹമായി ചെറിയൊരു തൂമ്പായുമായി മുറ്റത്തിറങ്ങി. ഉടൻ രേവയുടെ ആജ്ഞ. വേണ്ടട്ടോ, പച്ചക്കറിയും വാഴയും നെല്ലും കൃഷി ചെയ്യുമ്പോലല്ല ഗാർഡനിങ്. അടുത്ത വീട്ടിൽ നിന്നൊരു തോട്ടക്കാരനെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടുക്കത്തോടെ കുട്ടേട്ടൻ മുഖം ഉയർത്തി. മുഖം നിറയെ നീരസവുമായി രേവ. അവൾ തുടർന്നു. കയറിപ്പോയിക്കോളൂ. വെറുതെ അതൊന്നും കേടുവരുത്താതെ. വിനി കണ്ടാൽ എനിക്കാ ശകാരം കിട്ടുക. ഏട്ടനെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പരാതിയും പറയും. എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. വീണ്ടും ആജ്ഞ. കയറിപ്പോയിക്കോളൂ. പുതിയ വീട്ടിലെത്തിയത് രേവ ആകെ മാറി. ഗ്രാമത്തിലെ വീട്ടിൽ വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ അടച്ചമർത്തിയിരുന്ന അമർഷ അവൾ പുറത്തെടുത്തു. അവിടെ വെച്ച് മുറിയിൽ നിന്നും പുറത്തു കിടക്കാൻ മടിച്ചിരുന്ന രേവയ്ക്ക് ഇപ്പോൾ വീട്ടിലിരിക്കാൻ സമയമില്ലാതായി. വളരെ വേഗം അവയ്ക്ക് നഗരത്തിൽ സുഹൃത്തുക്കളുണ്ടായി. അയൽപക്കത്തെ ധനിക കുടുംബങ്ങളുമായി അവൾ വളരെ വേഗം സൗഹാർദ്ദത്തിലായി. മധുരമായി സംസാരിക്കാനും പെരുമാറാനും രേവയ്ക്ക് കഴിയുമെന്ന് വിനയൻ അപ്പോഴാണ് ബോധ്യമായത്.
ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതും സഹായിക്കാൻ സ്വന്തം തോട്ടക്കാരനെ അയച്ചു കൊടുത്തതും അയൽപക്കത്തെ കോൺട്രാക്ടറുടെ ഭാര്യയാണ്. അതിനകം ദേവ നഗരത്തിലെ ഒന്നിലധികം പൊങ്ങച്ച ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് സമ്പാദിച്ചു. മറ്റൊരു അയൽക്കാരനായ റിട്ടയേർഡ് പ്രൊഫസറുടെ മകളും ചങ്ങാതിമാരായി. പ്രൊഫസറുടെ മകളുടെ ഭർത്താവ് ഗൾഫിലാണ്. വിദേശി കാറിൽ താനെ ഡ്രൈവ് ചെയ്താണ് അവൾ ക്ലബ്ബിൽ പോകുന്നത്. വേണ്ടപ്പോഴൊക്കെ അവൾ രേവയ്ക്കും ലിഫ്റ്റ് കൊടുക്കും. രേവ വീട്ടിലില്ലാത്തപ്പോൾ മോൻ കുട്ടേടൻ്റെയും മീനുവേടത്തിയുടെയും കസ്റ്റഡിയിലായിരിക്കും. അവൻ അമ്മയെ വേണ്ട, വലിയച്ഛനും വലിയമ്മയും മതി. മോൻ തന്നിൽ നിന്ന് അകലുമോ എന്ന് പോലും ഭയന്നു. പുറത്തു പോകുമ്പോൾ മോനെ അമ്മിണിയെ ഏൽപ്പിച്ചേ അവൾ പോകൂ. അവന് അമ്മിണിയെ ഇഷ്ടമല്ല. അലറിക്കരയുന്ന കുട്ടിയെ അമ്മിണി കുട്ടേടൻ്റെയും മീനുവേട്ടത്തിയുടെയും അരികിൽ കൊണ്ടുവന്ന് വിടും. അതോടെ അവളുടെ ഭാരം ഒഴിയും. ക്ലബ്ബ് പ്രോഗ്രാംസിന് പോകാൻ രേവ വിനയൻ്റെ സമ്മതം തേടാറേയില്ല. മെമ്പർഷിപ്പ് എടുത്ത ശേഷമാണ് വിവരം വിനയനെ അറിയിച്ചത് തന്നെ. സ്ത്രീകളുടെ പൊങ്ങച്ച സംഘടനകളിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല അവളുടെ പരിപാടികൾ. സ്ത്രീകളും പുരുഷന്മാരും അംഗങ്ങളായുള്ള വമ്പൻ ക്ലബ്ബുകളിലും അവൾ തൻ്റെ പെൺചങ്ങാതിമാർക്കൊപ്പം പോയി തുടങ്ങി. നോക്കൂ വിനു, പ്രസിഡന്റ് മിസ്റ്റർ പോത്തൻ എന്നോട് പറയുക, മിസ്സിസ് മാത്രമായി വന്നാൽ പോരാ, മിസ്റ്ററേയും കൂട്ടിക്കൊണ്ടു വരണമെന്ന്. സാധാരണ മിസ്റ്റർ മിസ്സിസിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ് പതിവ്. പക്ഷേ മിസ്റ്ററിന് മനുഷ്യ സമ്പർക്കം ഇഷ്ടമല്ലെന്നുള്ള കാര്യം ഞാനെങ്ങനെ അവരോട് പറയും? അപ്പോഴും വിനയൻ മനഃശാസ്ത്രജ്ഞൻ്റെ ഉപദേശമാണ് ഓർത്തത്. മനസ്സിൽ എണ്ണി 1 മുതൽ കോടി വരെ. പകലുകളിൽ കുട്ടേട്ടൻ മുറിയുടെ ജനാലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കും. ഒരു തടവുകാരനെ പോലെ നോക്കത്താ ദൂരം വരെ കെട്ടിടങ്ങളുടെ മുഖപ്പുകൾ കാണാം. തീപ്പെട്ടികൾ പോലെ അടുക്കി വെച്ച കോൺക്രീറ്റ് പെട്ടി വ്യവസായശാലകളുടെ പുകക്കൊഴുകൾ. എങ്ങും ജീവൻ പച്ചപ്പുകൾ മാത്രം കാണാനില്ല. അപ്പോൾ സ്വന്തം ഗ്രാമത്തെ ഓർക്കും. പാടത്തിൻ്റെ കരയ്ക്കുള്ള കാവൽമാടത്തിന് രാവുറങ്ങാൻ കൊതി. ചേറിൻ്റെയും പുന്നലിൻ്റെയും കൗതപ്പൂവിൻ്റെയും മണമുള്ള കാറ്റിനായി ദാഹം. പ്രാണവായു ലഭിക്കാത്ത പിടപ്പാണ് അനുഭവപ്പെടുക. വിനയൻ പോയിക്കഴിഞ്ഞാൽ മുറിയിൽ ഒറ്റപ്പെടും. രേവയില്ലാത്തപ്പോൾ കുട്ടൻമോൻ്റെ തുണയുണ്ടാകും. മീനുവേട്ടത്തിക്ക് അടുക്കളയിൽ പിടിപ്പത് ജോലിയാണ്. ജോലിക്കിടയിലും നിമിഷങ്ങളുടെ ഇട കിട്ടിയാൽ മീനുവേട്ടത്തി ഓടി കുട്ടേട്ടൻ്റെ അടുത്തെത്തും. കൂട്ടിലെ കിളിയെപ്പോലുള്ള അവസ്ഥ കാണുമ്പോൾ മീനുവേട്ടത്തിയുടെ നെഞ്ചു വിങ്ങും. ആശ്വസിപ്പിക്കാൻ വാക്കില്ല. ഇരുവരും നിസ്സഹായരാണ്. അപരിചിതരായ അയൽക്കാർ. 2-3 നിലകളിലുള്ള ഭീമൻ കോൺക്രീറ്റ് സൗധങ്ങളിൽ താമസിക്കുന്നവരുമായി ചെങ്ങാത്തം കൂടാൻ കുട്ടേട്ടന് ധൈര്യം വന്നില്ല. ശങ്കുമാനും ചാക്കുണ്ണിമാപ്പിളയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെത്തി. ചുണ്ടിക്കാരനെങ്കിലും സ്നേഹം രൂപം കൊണ്ട ശങ്കുമാമൻ. വിശുക്കനെങ്കിലും കാപട്യം എന്തെന്നറിയാത്ത ചാക്കുണ്ണിമാപ്പിള. ഇവിടെ നിറയെ കാപ്പട്യത്തിൻ്റെ മുഖങ്ങളാണ്. ചുണ്ടുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പുഞ്ചിരി കൃത്രിമമാണെന്ന് ആദ്യ കാഴ്ചയിലേ അറിയാം. എങ്കിലും ഒരു വൈകുന്നേരം ഗേറ്റിൽ നിൽക്കുമ്പോൾ എതിർവീടിൻ്റെ ഗേറ്റ് ഇറങ്ങി വന്ന വൃദ്ധന് നേരെ കുട്ടേട്ടനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഗുഡ് ഈവനിങ് പറഞ്ഞു. കുട്ടേട്ടൻ കൈകൂപ്പി. തുടർന്ന് വൃദ്ധൻ ശുദ്ധ ആംഗ്ലേയത്തിൽ ഓക്സ്ഫോർഡ് ആക്സെൻറ്റിലായിരുന്നു സംസാരിച്ചത്. കുട്ടേട്ടൻ അമ്പരന്ന് പോയി. ചന്ദനക്കുറിയും പാലക്കാടൻ വേഷ്ടിയും കണ്ട് വൃദ്ധൻ മലയാളിയായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഒന്ന് പുഞ്ചിരിക്കാനുള്ള ധൈര്യം കാണിച്ചത്. വൃദ്ധൻ്റെ ഒഴുക്കുള്ള ഇംഗ്ലീഷ് വ്യക്തമായി മനസ്സിലായെങ്കിലും അതിനൊത്ത് മറുപടി പറയാൻ കുട്ടേട്ടന് കഴിയാതായി. 10 ജയിച്ച ആളാണ്. പക്ഷേ നാട്ടിൻപുറത്തെ മലയാള പള്ളിക്കൂടത്തിനപ്പുറം കടന്നിട്ടില്ലാത്ത കൃഷിക്കാരോടും പൊന്നു വിളയുന്ന മണ്ണിനോടും മാത്രം ഇടപഴകിയ നാവ് ഇംഗ്ലീഷ് മറന്നു. ഏകഭാഷണം നിർത്തുമ്പോൾ വൃദ്ധൻ്റെ ചുണ്ടിലെ പരിഹാസച്ചിരി ഊറി വന്നു. അദ്ദേഹം തിരിഞ്ഞു നടന്നു. ജാളിനായ കുട്ടേട്ടൻ രംഗം ആരെങ്കിലും കണ്ടുപോയെന്നറിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പോർച്ചിൽ രേവ. ഏതോ സ്നേഹിത സമ്മാനിച്ച റോസ് എന്ന പൊമറേനിയൻ നായ്ക്കുട്ടിയെ ലാളിക്കുന്നതിനിടയിൽ തെല്ലുറക്കി അവൾ വിളിച്ചു ചോദിച്ചു, എന്തിനാ ആവശ്യമില്ലാത്ത ഗേറ്റിലിറങ്ങി നിൽക്കണത്? അയൽപക്കത്തൊക്കെ ഹൈ ലെവലിലുള്ള ആളുകളാണ് പാർക്കണത്. വെറുതെ വിനുവിൻ്റെ കൂടി വില കെടുത്തണ്ട. കുട്ടേട്ടൻ്റെ നെഞ്ചു പൊടിഞ്ഞുപോയി. ഒരക്ഷരം ഉരിയാടാതെ അകത്തേക്ക് പോന്നു. പിന്നീട് അറിഞ്ഞു അയൽപക്കത്ത് താമസിക്കുന്നതായി കേട്ട റിട്ടയേർഡ് ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു ആ വൃദ്ധനെന്ന്. തനി മലയാളി, പക്ഷെ മലയാളത്തിൽ സംസാരിക്കാൻ ലജ്ജിക്കുന്ന ആൾ. ജോലിത്തിരക്കിനിടയിലും മീനുവേട്ടത്തിക്കും പഴയ ഗ്രാമം ഓർമ്മ വരും, അയൽക്കാരെയും. പരദൂഷണപ്രിയായ ചുമ്മക്കുട്ടിയമ്മ, നിസ്സാര കാര്യത്തിന് പിണങ്ങുകയും വഴക്കിടുകയും മുഖമടിച്ച് ആട്ടുകയും ചെയ്യുന്ന കുഞ്ഞിക്കാവ് മുത്തശ്ശി. പക്ഷേ ആപത്തെന്ന് കേട്ടാൽ കഴിഞ്ഞതെല്ലാം മറന്ന് അവരെല്ലാം എവിടെയോ ഓടിയെത്തും. ഒരാളുടെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമാണ്. ഇവിടെ അയൽക്കാർ അന്യോന്യം കാണാറില്ല, പരസ്പരം അപരിചിതർ. അമ്മിണി മാത്രം അയൽക്കാരുമായി സൂത്രത്തിൽ ചെങ്ങാത്തം കൂടും. ഒരു ദിവസം അയൽപ്പക്കത്തെ ഒരു സ്ത്രീ മതിലിനരികിൽ നിന്ന് അമ്മിണിയോട് ചോദിക്കുന്നത് കേട്ടു, ആരാ മറ്റേ സ്ത്രീ? അടുക്കളയിൽ നിങ്ങൾ 2 വേലക്കാരികളാ? ഉടൻ അമ്മിണിയുടെ അടക്കിയ സ്വരം, അയ്യോ അത് വിനയൻ സാറിൻ്റെ ചേട്ടത്തിയമ്മയാ. ആ പ്രായം കൂടിയ മനുഷ്യനോ? അതാ സാറിൻ്റെ ചേട്ടൻ. 2ഉം തനി നാട്ടിൻപുറത്തുകാരാ. വീടും പറമ്പും വിറ്റ് സാറിൻ്റെ കൂടെ പോന്നിരിക്കുക. രേവക്കുഞ്ഞിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്താ, സാറിന് ഉപേക്ഷിക്കാൻ പറ്റുമോ?
തങ്ങളുടെ ദയനീയ അവസ്ഥ മീനുവേട്ടത്തിക്ക് പൂർണ്ണമായി വ്യക്തമായത് അപ്പോഴാണ്. കുട്ടേട്ടനെ അറിയിക്കാൻ വയ്യ. ആ മനസ്സ് തകരും, സഹിക്കുക തന്നെ. പക്ഷേ എത്ര നാൾ? അഭിമാനിയായ കുട്ടേട്ടൻ്റെ കാതിൽ ഇത്തരം സംഭാഷണങ്ങളെങ്ങാൻ വീണാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലത്തെ അവസ്ഥയോ? അല്ലെങ്കിൽ എവിടേക്കാണ് പോവുക? എങ്ങനെ ജീവിക്കും? ആരാണൊരാശ്രയം? നോവൽ നാളെ തുടരും.